എല്ലാവർക്കും പ്രഭാതവന്ദനം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 39 അധ്യായത്തിൻ്റെ 17 വാക്യം. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, ദൈവമക്കളായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രിസ്തുജീവിതം വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാണ്. ആ വെല്ലുവിളികൾ രണ്ട് മേഖലകളിൽ നിന്നാണ് പ്രധാനമായും ഉദയം ചെയ്യുന്നത്. ഒന്ന്, സാത്താന്യ വ്യവസ്ഥിതികളിൽ നിന്നാണ്. രണ്ട്, മനുഷ്യ സമുദായത്തിൽ നിന്നാണ്. ഇവിടെ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം നമ്മോട് ദൈവം അരുളി ചെയ്യുന്ന ദൂത്, ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നാം ഏൽപ്പിക്കപ്പെടുകയില്ലെന്നുള്ള സന്ദേശമാണ്. നാളുകൾക്ക് മുൻപ് ചില മാനുഷിക വെല്ലുവിളികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു തിരുവെഴുത്താണിത്. ഞാനിതിനെ ശക്തമായി മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഓർക്കുകയാണ്. ഞാൻ ഭയപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ എന്നെ ദൈവം ഏൽപ്പിക്കാതെ ഇന്നും ദൈവം ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നെങ്കിൽ, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ഭീതിപ്പെടുത്തുകയോ നിങ്ങളുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുകയോ നിങ്ങളുടെ ഭാവിയെ തകർക്കുമെന്ന് പറയുകയോ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടാകത്തില്ല, ശുശ്രൂഷ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ചില മനുഷ്യരെ കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. ദൈവം പറയുന്നു, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയില്ല. ഇരുമ്പ് ചൂളയാകുന്ന മിസ്രൈമിൽ നിന്ന് 400 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് യാത്ര പുറപ്പെടുമ്പോൾ ജനം വളരെ പ്രതീക്ഷയിലായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ സ്വപ്നങ്ങൾ മനസ്സിനകത്ത് പേറി വരുമ്പോൾ ഒരിക്കലും അവർ കരുതിയില്ല ഫറവോൻ പുറകെ വരുമെന്ന്. എല്ലാം അവസാനിച്ചെന്ന് കരുതുമ്പോൾ ചില വിഷയങ്ങൾ തലയെടുപ്പോടെ വരുന്നത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാമെന്നൊരു കാര്യമാകാം. ഇവിടെ ഫറവോൻ രഥത്തിൻ്റെ അകമ്പടിയോട് ഇസ്രായേലിനെ അനുധാവനം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അജണ്ട പുറപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്തുടരും, കൊള്ള പങ്കിടും, എൻ്റെ കയ്യാൽ എൻ്റെ ആശ പൂർത്തീകരിക്കും. എന്നാൽ ആ മനുഷ്യനായിരിക്കുന്ന ഫറവോൻ്റെ കരങ്ങളിൽ ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചില്ല. കാരണം ഇവർ ചോരത്തളി ആചരിച്ചവരാണ്. സാത്താന്യ വ്യവസ്ഥിതികൾ കേൾക്കാൻ നമുക്ക് വിളിച്ചു പറയാം, പിശാചേ, എല്ലാവരെയും പോലല്ല ഞാൻ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഞാൻ, എന്നെ തൊടുവാൻ നിനക്ക് കഴിയില്ല. നമുക്കറിയാം, ആ ചെങ്കടലിൽ മുങ്ങിയോ ഫറവോൻ്റെ കരങ്ങളിൽ ഇരയായി തീർന്നോ ജനം നശിച്ചതായിട്ട് ചരിത്രം ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇസ്രായേലിനെ പിന്തുടർന്ന ഫറവോൻ ചെങ്കടലിനകത്ത് എന്നേക്കുമായി അവസാനിച്ചതായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, വെല്ലുവിളികൾ ഉണ്ടാകാം, സത്യമാണ്. വാഗ്ദത്തമുള്ളവനെന്നും വെല്ലുവിളിയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വചനം കൊണ്ട് ഉറപ്പ് തരാം, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കരത്തിൽ നിന്നെയോ നിൻ്റെ കുടുംബത്തെയോ തലമുറയോ എൻ്റെ കർത്താവ് ഏൽപ്പിക്കത്തില്ല എന്നുള്ള ശക്തമായ ദൂത് ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് കൈമാറുകയാണ്. കർമ്മേലിൻ്റെ ഗിരിമുകളിൽ നടന്ന ആരാധന സംബന്ധമായ വെല്ലുവിളികളും യുദ്ധങ്ങളും നമുക്കറിയാം. അനന്തരമായി ഇസബേൽ ഏലിയാവിനെ അവസാനിപ്പിക്കുവാനുള്ള അജണ്ടകൾ അണിയറയിൽ പാസ്സാക്കിയപ്പോൾ ഒരു പച്ച മനുഷ്യനെന്ന നിലയിൽ ഏലിയാവ് മരണത്തെ കൊതിച്ചുകൊണ്ട് ചൂരച്ചയുടെ തണലിൽ ഒളിച്ചു പറക്കുന്നതായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശുശ്രൂഷയിൽ കിട്ടുന്ന ധൈര്യങ്ങളൊന്നും പലപ്പോഴും ജീവിതത്തിൽ കിട്ടണമെന്നില്ല. ചില വാക്കുകളൊക്കെ നമ്മളെ ഒരുപക്ഷെ മരണത്തിൻ്റെ വാക്കോളം എത്തിക്കാമെന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇസബേൽ ഇന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ വളരെ മൃഗീയമായ നിലയിൽ വധിക്കപ്പെട്ടതായിട്ടും മരണപ്പെട്ടതായിട്ടും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ ഏലിയാവ് ഇന്ന് എന്തിയെ? ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് വചനം വായിക്കുന്നത്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല. ഏലിയാവ് ഭയപ്പെട്ട് ഇസബേലിൻ്റെ കരത്തിൽ ദൈവം ഏലിയാവിനെ ഏൽപ്പിച്ചില്ല, ദൈവഭാഗത്തേക്ക് അദ്ദേഹത്തെ എടുക്കപ്പെട്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശുശ്രൂഷാവേദിയിൽ നിന്നോ പ്ലാറ്റ്ഫോമിൽ നിന്നോ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തു നിന്നോ നിങ്ങൾ പാർക്കുന്ന വീടിൻ്റെ പരിസരത്തു നിന്നോ നിങ്ങൾ സഞ്ചരിക്കുന്ന വീഥികളിൽ തെരുവുകളിലൊക്കെ നിങ്ങൾക്കെതിരെ നിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വെല്ലുവിളിക്കുന്ന ചില മാനുഷിക ശക്തികളുണ്ടാകാം. എന്നാൽ ഈ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കരത്തിലും നിങ്ങളെ എൻ്റെ കർത്താവ് ഏൽപ്പിക്കില്ല. എന്നെ വിടുവിച്ച കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെയും ഈ വചനത്താൽ വിടുവിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
നിങ്ങൾ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കരത്തിലും എൻ്റെ കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കത്തില്ല. ഈ വചനങ്ങൾ അങ്ങനൊരു സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.